കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 12, 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടി. അപ്പോൾ യേശു ശിഷ്യരോട് പറയാൻ തുടങ്ങി, ഫരിസേയരുടെ കാപഠ്യമാകുന്ന പുളിപ്പ് സൂക്ഷിച്ചുകൊള്ളുവിൻ. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും, വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതേ ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. 5 കുരുവികൾ 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിലൊന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരു സഭാ പിതാവിനെ പ്രത്യേകം നമ്മൾ അനുസ്മരിക്കുന്നു. അദ്ദേഹം പത്രോസിന് ശേഷം മാർപ്പാപ്പയായിട്ട് വന്ന് സഭയെ നയിച്ച ഒരു വ്യക്തിയാണ്. രക്തസാക്ഷിത്വം ഏറ്റെടുത്ത ഒരു വ്യക്തി. നമ്മൾ ഗലാത്യർ 2:20 വായിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനില്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇത് ജീവിതത്തിൽ അന്വർത്ഥമാക്കിയ ഒരു വ്യക്തിയാണ് ഇഗ്നേഷ്യസ്. നമുക്ക് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോടുള്ള സ്നേഹം നമ്മളിൽ വളരുമ്പോൾ എവിടം വരെ നമുക്ക് ആ ദൈവത്തെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ട്രോജൻ ചക്രവർത്തിയുടെ കാലത്ത് ഒരുപാട് മതപീഡനങ്ങൾ അദ്ദേഹത്തെയും ചെയ്ത ഒരു കാര്യം വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തു. അവിടെയൊന്നും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, നിരാശയിലേക്ക് തള്ളപ്പെടാതെ, ആ വിശ്വാസ തീക്ഷ്ണതയോടെ രക്തസാക്ഷിത്വം ഏറ്റെടുത്തൊരു വ്യക്തിയാണ് വിശുദ്ധ ഇഗ്നേഷ്യസ്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടുമ്പോൾ നമുക്ക് വിശ്വാസ പ്രമാണം ചൊല്ലാൻ എളുപ്പമാണ്, ജീവിക്കുന്നവരായിട്ട് മാറണം. അതിന് നമുക്ക് വേണ്ടത് ഈ ഒരു സ്നേഹം, ദൈവത്തോടുള്ള ആ ഒരു സ്നേഹം നമ്മളിൽ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടൊരു കാര്യം, അബ്രാഹവുമായി ബന്ധപ്പെടുത്തി കർത്താവ് നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണോ, ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണോ? അബ്രാഹം നീതീകരിക്കപ്പെട്ടത് അവൻ്റെ വിശ്വാസം കൊണ്ടാണ്. ഇവിടെ പറയപ്പെട്ടിരിക്കുന്നൊരു കാര്യം, ഒരാൾ നമുക്ക് വേണ്ടി ജോലി ചെയ്തു, അവന് കൂലി കൊടുത്തു, അത് നീതിയാണ്. കൂലി കൊടുക്കാതിരിക്കുന്നത്, അർഹമായ കൂലി കൊടുക്കാതിരിക്കുന്നത് അനീതി. ഇനി അബ്രാഹം രക്ഷ പ്രാപിച്ചത് അവൻ്റെ വിശ്വാസം കൊണ്ടല്ലാതെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, വിശ്വാസം കൊണ്ട്. വിശ്വാസമാണ് നമ്മെ രക്ഷിക്കുന്നത്. നമുക്കാർക്കും സ്വർഗത്തിൽ പോകാൻ മാത്രം പ്രവൃത്തികൾ ചെയ്ത് പോകാൻ പറ്റത്തില്ല. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം, ദൈവത്തിൻ്റെ കാരുണ്യം, അതാണ് നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുക എന്നുള്ളത് നാം തിരിച്ചറിയണം. ഫുൾട്ടൻഷ്യൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ, പുള്ളിക്ക് ബോധ്യമുണ്ടായിരുന്നു, കാരണം പുള്ളി ആശ്രയിച്ചത് അങ്ങനെയൊരു കാര്യത്തിലാണ്. ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ എന്നെ അതിശയിപ്പിക്കുന്ന 3 കാര്യങ്ങളുണ്ടാവും. അവിടെ കാണുമെന്ന് ഞാൻ വിചാരിച്ച പലരും അവിടെ ഇല്ല, അവിടെ കാണില്ല എന്ന് ഞാൻ കരുതിയ പലരും അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ദൈവത്തിൻ്റെ അനന്ത കാരുണ്യം കൊണ്ട് എനിക്കവിടെ എത്താൻ പറ്റി. അദ്ദേഹം ചെയ്ത വൻ കാര്യങ്ങളൊന്നും അല്ല, ദൈവത്തിൻ്റെ അനന്ത കാരുണ്യം കൊണ്ട് എനിക്കവിടെ എത്തിപ്പെടാൻ പറ്റി എന്നുള്ളത് ഈ വ്യക്തി വിളിച്ചു പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയിൽ വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മളിത് വായിച്ചു കേട്ടത്.
ഈ അധ്യായം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 18-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, അബ്രാഹാം ചെയ്തൊരു കാര്യം, അവന് നീതീകരണമാകാനുണ്ടായ കാര്യം എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ലാതിരുന്നിടത്തും അവൻ പ്രതീക്ഷിച്ചു. ഇത് വലിയൊരു സത്യമാണ്. 99 വയസ്സായിട്ടും മക്കളുണ്ടാകാതിരുന്നിട്ടും അബ്രാഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കുണ്ടാകും. എന്താ കാരണം പറഞ്ഞ്? ദൈവം പറഞ്ഞു നിൻ്റെ സന്താന പരമ്പര ആകാശത്തിലെ നക്ഷത്രം പോലെയായിരിക്കും. ഞാനെന്തിനാ ദൈവത്തെ അവിശ്വസിക്കുക? ദൈവത്തിന് എന്താണ് അസാധ്യമായിട്ടുള്ളത്? ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഈ പ്രായത്തിലും എനിക്ക് ഒരു സന്താനത്തെ തരണമെങ്കിൽ ദൈവത്തിനത് കഴിയും. അങ്ങനെ വിശ്വസിച്ച ഒരു വ്യക്തിയാണ് അബ്രാഹാം. ഹോപ്പിംഗ് അഗെൻസ്റ്റ് ഹോപ്പ്, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തടത്തും പ്രതീക്ഷിക്കുക. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊക്കെ എത്ര എളുപ്പത്തിലാണ് നിരാശ കയറി വരിക, എത്ര എളുപ്പത്തിലാണ് നമ്മുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടിട്ട് നമ്മൾ സങ്കടം പറഞ്ഞും നിരാശപ്പെട്ടും കുറ്റപ്പെടുത്തിയുമൊക്കെ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. വിശ്വാസം വളർത്തിയെടുക്കണം. വിശ്വാസം എന്ന് പറയുന്നത് ആശ്രയത്വമാണ്. ആഴമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കർത്താവിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതം. ഇത് 2 വായനകളും അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, വേണമെങ്കിൽ നമ്മുടെ കഴിവിൽ ആശ്രയിക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ജെറമ്യായുടെ പുസ്തകം 17:5 നമ്മൾ വായിക്കുന്നുണ്ട്, നിൻ്റെ കഴിവിലോ നിൻ്റെ കൂട്ടുകാരുടെ കഴിവിലോ നിൻ്റെ ബാങ്ക് ബാലൻസിലോ നീ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ശപിക്കപ്പെട്ടവൻ. നീ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്, എപ്പോൾ വേണേലും ഉണങ്ങിപ്പോകാം. 7-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. കാരണം അവൻ്റെ ആശ്രയത്വം ദൈവത്തിലാണ്. അങ്ങനെയുള്ളവർ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത, വേര് വെള്ളത്തിലേക്ക് ഓടിയിരിക്കുന്നത് കൊണ്ട് വേനൽക്കാലത്തെ അതിന് ഭയപ്പെടേണ്ടതില്ല. ഇവിടെയൊക്കെ ജീവിതത്തിൽ ചില വേനൽക്കാലങ്ങൾ, സഹനങ്ങൾ, ക്ലേശങ്ങൾ, പരാജയങ്ങൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കും വാടിപ്പുവാണോ അതോ പച്ചപ്പ് നമ്മൾ നിലനിർത്താറുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ വേര് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അതായത് ആശ്രയത്വം ശരിയായിട്ട് നമുക്കുണ്ട്. ബൈബിളിൽ ഏറ്റവും നടുക്ക് വരുന്ന വചനമാണ് സങ്കീർത്തനം 118 8-ാമത്തെ വചനം. അതിന് കാതലായ ഒരു സന്ദേശമുണ്ട്. അതിൻ്റെ സന്ദേശം ഇതാണ്: മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. രണ്ടാമതൊരു കാര്യം, നമുക്ക് വേണമെങ്കിൽ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ നോക്കാം, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നോക്കാം. ഇതിലേതാണ് നമ്മൾ ചെയ്യാറുള്ളത്? വേണമെങ്കിൽ നമ്മൾ മനുഷ്യരെ പ്രീതിപ്പെടുത്തലാണ് മെയിനായിട്ട്. പക്ഷെ പുറമേ നമ്മൾ കാണിക്കും ഭക്തരാണ്, പ്രാർത്ഥനക്കാരാണ്, പള്ളിപ്പോക്കുകാരാണ്, പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഇതെല്ലാം നമ്മൾ വരുത്തി വെക്കും. ശരിക്കും നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് നോക്കുന്നത് എങ്കിൽ മനുഷ്യരെ മാനിക്കത്തില്ല. ഇത് സുവിശേഷഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നീ ഭയപ്പെടേണ്ടത് ആരെയാണ്? കൃത്യമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിൻ്റെ ശരീരത്തെ കൊല്ലുന്നവരെ അല്ല പേടിക്കേണ്ടത്, നിൻ്റെ ശരീരത്തെയും നിൻ്റെ ആത്മാവിനെയും ഗഹന്ന നരകാഗ്നിയിലേക്ക് തള്ളിവിടാൻ കഴിവുള്ളവനെ നീ ഭയപ്പെടണം. എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാനാണ് പേടിക്കേണ്ടത്. പാപം ചെയ്യാൻ, പാപത്തിലൂടെ നമ്മെ നരകത്തിലേക്ക് തള്ളിവിടാൻ നോക്കുന്ന സാത്താൻ്റെ കെണിയിൽ പെടാനാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അതൊക്കെയാണ് ശരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഭയം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗലാത്യർ 1:10-ാമത്തെ വചനമെടുത്താൽ പൗലോസ് പറയുന്നുണ്ട്, തൻ്റെ ആത്മീയതയിൽ അവൻ പറഞ്ഞൊരു കാര്യം, മനുഷ്യരെ പ്രീതിപ്പെടുത്താനാണ് ഞാൻ നോക്കിയെങ്കിൽ ഞാൻ ഇന്നും കർത്താവിൻ്റെ ശുശ്രൂഷകൻ ആകില്ലായിരുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷകനായി മാറിയത് മനുഷ്യരെ വിട്ടിട്ട് ദൈവത്തെ പിടിച്ചതുകൊണ്ട്, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നോക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കർത്താവിന് വേണ്ടി ദൈവത്തിൽ നിന്ന് ശക്തി സംഭരിച്ച് ദൈവമഹത്വത്തിന് വേണ്ടി നിലകൊണ്ട് എല്ലാ കാര്യങ്ങളും അപ്രകാരം ചെയ്ത് മുന്നേറുമ്പോൾ നമുക്കും അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസിനെ പോലെ രക്തസാക്ഷിത്വത്തിൻ്റെ മുമ്പിൽ പോലും
തളരാതെ നിൽക്കാൻ പറ്റും, പ്രത്യാശയോടെ നിൽക്കാൻ പറ്റും. സ്വർഗത്തിന് അർഹരാകാൻ നമുക്ക് അതിലൂടെ സാധിക്കുകയും ചെയ്യും. ആ വലിയ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.